ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോവേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കേടായ LED ബൾബുകൾ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്തരം കേടായ LED ബൾബ് ഉപയോഗിച്ച് എങ്ങനെ ഒരു മനോഹരമായ ഒരു ടേബിൾ ലാമ്പ് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദയവേദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്കൊരു കേടായ LED ബൾബ് വേണം. ആ LED ബൾബിന് മുകളിലത്തെ ഡിഫ്യൂസർ ആദ്യം തന്നെ ഊരി മാറ്റുക. ഊരിയ ശേഷം അതിനുള്ളിലെ LED ഡ്രൈവർ നമുക്ക് അഴിച്ചു മാറ്റാം. ഇത് നമ്മൾ ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൾബിൻ്റെ വെയിറ്റ് ഒരല്പം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തത്. ഇനി നമുക്കൊരു ചെറിയ പാട്ടയോ അല്ലെങ്കിൽ ഒരു ചെറിയ ബോക്സോ വേണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ LED ബൾബ് വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹൗസിങ്ങിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലാണ് നമ്മൾ ഈ ബൾബ് മൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു സാൻഡ് പേപ്പർ കൊണ്ട് ഇതിന് മുകളിൽ കാണുന്ന അക്ഷരങ്ങളൊന്ന് മായ്ച്ച് കളയാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റിന് ഒരു അല്പം ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ അക്ഷരങ്ങൾ മായ്ച്ച് കളയുന്നത്. ഇനി അഥവാ സാൻഡ് പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ടർപ്പനോ അല്ലെങ്കിൽ ടിന്നറോ ഉപയോഗിച്ച് നമുക്ക് ഈ അക്ഷരങ്ങൾ മായ്ച്ച് കളയാൻ സാധിക്കും. ഇനി നമുക്ക് 5mm രണ്ട് LED വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടി കളർ വേണമെങ്കിൽ മൾട്ടി കളർ യൂസ് ചെയ്യാം. ഇനി ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഈ ബൾബിൻ്റെ എല്ലാ വശങ്ങളും നല്ലതായിട്ടൊന്ന് സാൻഡ് ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ബൾബ് നമുക്കറിയാം വട്ടത്തിലാണ് പ്രകാശം വരുന്നത്. നമ്മളിങ്ങനെ സാൻഡ് പേപ്പർ കൊണ്ട് സാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ LED ഡിഫ്യൂസായി എല്ലാ ഡയറക്ഷനിലേക്കും ഒരുപോലെ പ്രകാശം വരും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഹൗസിങ് എടുക്കാം. ആ ഹൗസിങ്ങിൻ്റെ മുകളിൽ നമ്മുടെ LEDയുടെ ലീഡുകൾ ഇറങ്ങുന്ന രീതിയിൽ നമുക്ക് 4 ഹോളുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഹോളുകളിലൂടെ നമ്മുടെ LEDയുടെ ലീഡുകൾ ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇത് ഇറക്കി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, LEDകളുടെ പോസിറ്റീവ് ഒരുമിച്ച് നെഗറ്റീവ് ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇറക്കി വെക്കാൻ ശ്രമിക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മുടെ LEDയുടെ രണ്ട് LEDകളുടെയും പോസിറ്റീവ് ഒരുമിച്ചും നെഗറ്റീവ് ഒരുമിച്ചും കണക്ട് ചെയ്യുക. ഈ കാണുന്ന വലുത് പോസിറ്റീവും ചെറുത് നെഗറ്റീവുമാണ്. ഇനി ചെയ്യേണ്ടത് ഈ ബാക്കിയുള്ള ലീഡ് നമുക്കൊരു വയർ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിത് പ്രോപ്പറായിട്ട് അടയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ലീഡിൻ്റെ. ഇനി ചെയ്യേണ്ടത് നമുക്കൊരു USB കേബിൾ വേണം. ആ USB കേബിളിൻ്റെ മറ്റേ അറ്റത്തെ കണക്ടർ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് ആ പോസിറ്റീവും നെഗറ്റീവും സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം. ഇതിൽ റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവുമാണ്. ഇനി നമുക്ക് ഈ പാട്ടയുടെ അടിഭാഗത്ത് ഈ വയർ കയറുന്ന രീതിയിൽ ഒരു ഹോൾ ഇടാം. ഹോൾ ഇട്ട ശേഷം നമ്മുടെ ആ USB കേബിൾ അതിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടുക. കടത്തിവിട്ട ശേഷം ഈ ചുമപ്പ് നമ്മുടെ LEDയുടെ പോസിറ്റീവിലേക്കും കറുപ്പ് LEDയുടെ നെഗറ്റീവിലേക്കും നമുക്ക് സോൾഡർ ചെയ്യാം. ഇനി നമുക്ക് ആ വയർ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ബോക്സ് നമുക്ക് അടയ്ക്കാം. അടയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വയർ ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ ഒരു അല്പം പശയും അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇനി നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ബൾബ് എടുത്ത് ഒരു സാൻഡ് പേപ്പറിൻ്റെ മുകളിൽ ചരിച്ച് വെച്ച് ഒന്ന് നല്ലതായിട്ട് സാൻഡ് ചെയ്യുക. ഇത് നമ്മൾ ചരിച്ച് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൾബ് ചരിഞ്ഞിരിക്കുമ്പോഴേ നമ്മുടെ പ്രോജക്റ്റിനെ കാണാനൊരു ഇച്ചിരി ഭംഗി വരികയുള്ളൂ. നേരെ വെക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ട് നല്ലത് ചരിച്ച് വെക്കുന്നതാണ്. കുറേ നേരം റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഹോള് കാണാൻ സാധിക്കും. ആ ഹോൾ വഴിയാണ് നമ്മുടെ LED നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളിത് മോൾഡ് ചെയ്യാൻ പോകുന്നത്. ഒരു വാട്ടർ പേപ്പറിൻ്റെ ചെറിയൊരു പീസ് മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത ശേഷം നമ്മുടെ ഈ ബൾബിൽ കാണുന്ന അക്ഷരങ്ങൾ നല്ലതായിട്ടൊന്ന് സാൻഡ് ചെയ്യാം. ഇനി നമുക്ക് ആ ഡസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡിഫ്യൂസർ വീണ്ടും വെച്ച് നമ്മുടെ ബൾബ് സീൽ ചെയ്യാം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച LEDകളുടെ ചുറ്റും ഒരല്പം ഹോൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ LED ബൾബ് ആ ഹോൾ വഴി ഈ ഒരു ഹൗസിങ്ങിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വർക്ക് ഫിനിഷായി. നിങ്ങൾക്കിതിൽ ഏത് കളർ LED വേണമെങ്കിലും യൂസ് ചെയ്യാം. വേണമെങ്കിൽ മൾട്ടി കളർ യൂസ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മൾ ആ ബൾബിനുള്ളിലെ LEDയും ഡ്രൈവറും ഒക്കെ മാറ്റി വെച്ചതുകൊണ്ട് നമുക്ക് ഈ ബൾബ് കറക്റ്റായിട്ടൊരു ഫ്ലാറ്റ് സർഫസിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണിത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് ക്യാമറയുടെ പരിമിതികൾ മൂലം ഇതിൻ്റെ കറക്റ്റ് എഫക്റ്റ് എനിക്ക് ക്യാമറയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇത് സത്യം പറയാമല്ലോ, കാണാൻ നല്ല രസമാണ്. നമ്മുടെ വർക്ക് ടേബിളിലും സ്റ്റഡി ടേബിളിലും ഒക്കെ മുകളിൽ വെക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു ഡെസ്ക് ലാമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഇത് വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റുന്നൊരു സിമ്പിൾ പ്രോജക്റ്റാണ്. നിങ്ങൾ പഴയ ബൾബുകൾ ഇനി വലിച്ചെറിയാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോജക്റ്റിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം.
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരം ബൾബുകൾ ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും നിങ്ങളുടേതായ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവേദി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ ബൈ.